എടാ നീ എവിടെ നിക്കണേ? ആ ഓക്കെ ഓക്കെ പോരാ പോരാ. ഇതെവിടെയാണ്? എവിടെ പോയി കിടക്കണെന്നടാ? മഴയല്ലേ, എന്തായി? ട്രെയിൻ ലേറ്റ് ആണ് ഇറക്ക. 11:30 അപ്പൊ സമയമുണ്ടല്ലോ, നമുക്കെന്നാ ഒരു ചായ കുടിക്കാം. ചായ ഈ സമയത്ത് എന്നാ നാരങ്ങളും കുടിക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ പെണ്ണുമ്പള സമ്മതിക്കാഞ്ഞിട്ടല്ലേ? പെണ്ണുമുള്ളേ പിന്നല്ലാണ്ട്. ഇത് എന്ത്? നീ വണ്ടി എടുക്ക്. പിന്നെ ഇങ്ങനെ പോണു കാര്യങ്ങളൊക്കെ. ഇതെങ്ങനെയാടാ നിന്റെ അടുത്ത് നിൽക്കുമ്പോ ഇവള് കറക്റ്റ് ആയിട്ട് അറിയണത്? നിന്റെ കാലിൽ ചിപ്പും വെച്ചിണ്ടാവും, വേഗം സംസാരിക്കും. അമ്മു ഹലോ, വണ്ടി കയറിയോ? ഇല്ല, വണ്ടി ലേറ്റ് ആണ്. 11:30 മണിയാവും. അയ്യോ, അപ്പൊ ഇവിടെ എത്തുമ്പം 1 മണി കഴിയൂലോ. എന്ത് ചെയ്യാനാ? ബസ് പിടിച്ച് വന്നൂടെ? ചുമ്മാരി, ഞാൻ അങ്ങോട്ട് വന്നോളാം, നീ കിടന്നു. ശരി ശരി. അതെ, എന്താ നിഖില കൂടെ ഉണ്ടോ? ഇല്ല, എന്തേ? ഒന്നുമില്ല, കഴിഞ്ഞ ആഴ്ച മൂപ്പറുടെ കൂടെ ഒരു ചായ കുടിക്കാൻ പോയിട്ടാ ട്രെയിൻ മിസ്സായത്. അവൻ എന്റെ കൂടെ ഇല്ലമ്മു. ശരി വെച്ചോ. ഇതെന്താ പെട്ടെന്ന് ഫോൺ വെക്കുന്നേ? എന്റെ അമ്മു, രാത്രിയാണ്, ഞാൻ യാത്രയിലല്ലേ, ഫോണിലെ ചാർജ് കളയണോ? അയ്യോ വേണ്ട വേണ്ട, ശരി എന്നാ വണ്ടി എടുക്കുമ്പോ വിളിക്കേ. ഞാൻ വരാ, നീ വെച്ചോ. ശരി. ആ ഓക്കെ ഓക്കെ. ഞാൻ ഉണ്ടോന്ന് ചോദിച്ചോ? ചോദിച്ചേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഇല്ലാന്ന് പറഞ്ഞു. എന്തേ, മാറ്റി പറഞ്ഞോ? വേണ്ട വേണ്ട. പിന്നെ നീ പറഞ്ഞില്ല ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലടാ, പെട്ടെന്ന് ബാധ്യതകൾ കുറെ കൂടി ഇങ്ങനെ തലയിൽ കയറി വന്നതിന്റെ ഒരു പ്രോബ്ലം മാത്രമാണ് ഉള്ളത്. അതല്ലടാ കോപ്പേ, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? കാര്യങ്ങളൊക്കെ സെറ്റാണ്. പക്ഷെ ഈ ആ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് അടിയിരിക്കണ പരിപാടി ഉണ്ടല്ലോ, അത് മാത്രമാണ് ഒരു ചടപ്പുള്ളത്. ഇന്ന് ഞാനിപ്പോ പോയി കിടന്നുറങ്ങി കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും മാമന്റെ വീട്ടിൽ പോകണം. ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായില്ലേ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഉള്ള നിനക്ക് ഈ പറയണ പരിപാടി ഒന്നുമില്ല. ബെസ്റ്റ്. എടാ, ഇന്റർ കാസ്റ്റ് മാരേജ് ആയിട്ട് കല്യാണം പറഞ്ഞത് തന്നെ ഭാഗ്യം. നിനക്കറിയില്ലേ, കല്യാണത്തിന് വന്നപ്പോ എല്ലാരും മുഖവും കുറിപ്പിച്ചിരുന്നു. നീന്റെ ഇടയിൽ ബിരുദിനെ വിളിക്കാത്തതിന്റെ ഒരു കുറവും കൂടി ഉള്ളു. അവിടെ വന്ന ഹലോ, ഓഫീസ് കഴിഞ്ഞോ? ആ ആരെങ്കിലും ഉണ്ടോ അടുത്ത്? അർജുൻ ഉണ്ട്. നല്ലടിയാ. ഇല്ല, എന്ത് അടിക്കണ്ടോ, വണ്ടി ഓടിച്ചു വരാനുള്ള. ആയിക്കോട്ടെ. ഐ ലവ് യു. അവനടുത്തുണ്ടല്ലോ, എന്തെങ്കിലും പറയണോ? തിരിച്ചു പറ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ എന്നൊന്നും പറഞ്ഞാൻ പറ്റില്ല, എനിക്ക് കേൾക്കണം. ഒന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറ, അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് അങ്ങോട്ട് പോവാം. ഐ ലവ് യു. പോരെ? ഓക്കെ ബൈ. ട്രിപ്പ് പോണ കാര്യങ്ങളൊക്കെ ആയിട്ട്. നീ വളി വിടാനായിട്ട് പോയതാണ് അല്ലെങ്കിൽ ഐ ലവ് യു പറയാൻ പോയതാണ്? ഐ ലവ് യു. അത് ഇവിടെ നിന്ന് പറഞ്ഞാ പോരെ? ഓ, നീ പണ്ട് മറ്റേ സിഗ്മ ആയിരുന്നല്ലോ അല്ലേ? കുടി സിഗ്മ ചായ കുടിക്ക്. പ്രൊമോഷൻ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത മാസം ഒന്നുകൂടെ നോക്കണം. നമ്മുടെ ഫുഡാണോ? ഹായ്. എന്താ തന്നിട്ട് ഒറ്റ പോക്ക്? റേറ്റിംഗ് ഒന്നും ചോദിക്കണല്ലോ. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്നും കഴിക്കാനൊന്നും പറ്റില്ലായിരുന്നേ. എടാ, ചെലവൊക്കെ എങ്ങനെ പോണ്ടാ? എന്റെ പൊന്നളിയെ ഓർമ്മിപ്പിക്കല്ലേ, പേടിച്ചിട്ടാ ഞാൻ നോക്കാത്തത്. പള്ളിയിലെ ചിലവൊക്കെ അവരെടുത്തായിരുന്നു, എന്നാലും നമ്മളെടുക്കണ്ടേ. താലിമാലയ്ക്ക് തന്നെ നല്ല പൈസയായി. പിന്നെ മറ്റേ റിസപ്ഷൻ ഡ്രസ്സിനൊക്കെ 1 ലോഡ് പൈസയായി മാങ്ങാണ്ടി.
ഞാനാണെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് എടുക്കാമെന്ന് പറയുകയും ചെയ്തു. കണക്ക് ഞാൻ നോക്കിയിട്ടില്ല മേടിച്ചിട്ട്. എന്താ നിന്റെ അവസ്ഥ? 2 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഒന്നിന്നെടുത്ത് ഇങ്ങോട്ട് മറിക്കും, മറ്റേന്നെടുത്ത് അങ്ങോട്ട് മറിക്കും. റോൾ ചെയ്ത് ഒരുമാതിരി റോളർ പോലെ. എൻ്റെ കണക്കനുസരിച്ചിട്ട് കഴിഞ്ഞ മാസം ഏതാണ്ട് ഒരു 3 രൂപ അടുത്ത് കൂട്ടിയിട്ടുണ്ടോ. പോടാ. പിന്നെ ഇപ്പൊ ഒരു തായ്ലാൻഡ് ട്രിപ്പും പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നളിയാ, ട്രിപ്പ് പോണേ കൊള്ളാം. ദൈവത്തെ ഓർത്ത് ഇൻസ്റ്റയിലും മറ്റേ സ്റ്റോറി ഇടരുത്. ഞങ്ങൾ എന്തെങ്കിലും പോകാൻ പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ നിലവിൽ 2 ഫ്ലൈറ്റ് എടുത്ത് പോകാനുള്ള പ്രാണിയൊന്നുമില്ല. ഇപ്പൊ സ്റ്റോറി കണ്ടിട്ട് പോകണം. അവന്റെ യുദ്ധം കാരണം കൊണ്ട് ടിക്കറ്റിന് ഭയങ്കര റേറ്റ് ആണ് കേട്ടത്. കേട്ടതാ? അപ്പൊ നീയല്ലേ ബുക്ക് ചെയ്തേ? ഞാനില്ല, മൂത്തളിയെന്ന് ഗിഫ്റ്റാ പാക്കേജ്. അറേഞ്ച് മാരേജ് ചെയ്തവനെ കഴിവേറി എന്തായാലും കാണിക്കും. ഇത് ചിക്കൻ ഷവർമയാണോ? ഓർഡർ ചെയ്ത ചിക്കൻ എന്ത് വെജായിരിക്കും. റേറ്റിംഗ് കൊടുക്കാൻ ഞാൻ നന്നായില്ല. അതിന് ആ ചാർജർ ഇവിടെ ഇല്ലടാ. എവിടെ ഉണ്ടാവും നോക്ക്. സി ടൈപ്പാണ്. എൻ്റെ ലൈറ്റ് കാണാൻ അറിയാനും പാടില്ല. എന്താ വണ്ടിയുടെ സൗണ്ടിന് വ്യത്യാസം പോലെ ഉണ്ടല്ലോ. ആണോ? ആ എന്താണാവോ? പെട്രോൾ അടിച്ചില്ലേ മയിലേ? മറന്നു കേടാ. എടാ നീ ഇതിനും അടിക്കാറില്ലേ? തിരക്കായോണ്ട്. കിണി മാത്രമുണ്ട്. ട്രെയിൻ കയറേണ്ട ഞാനാണ്. എടാ നമ്മുടെ മറ്റേ RX-ന് എന്തെടാ? അത് ഞാൻ പൊല്യൂഷൻ ഒന്നും ശരിയാത്തോണ്ട് വീട്ടി വെച്ചേക്ക. എടുക്കാറില്ലേ? ഏയ് എങ്ങനെ കൊണ്ടുനടന്ന വണ്ടിയാണ്. എടാ നിനക്ക് ഓർമ്മയുണ്ടോ അത് മേടിച്ച ദിവസം? എൻ്റെ പൊന്നളിയാ, നീ ആ വണ്ടീനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ആ മെക്കിലുള്ള ഏതാണ്ട് ഒരുത്തന ആ വണ്ടിയുടെ മൂട്ടിൽ മുള്ളിട്ടെന്നും പറഞ്ഞിട്ട് നമ്മള് മറ്റേ ഹോസ്റ്റലിലല്ല, ആ മറ്റേ പമ്പ് ജംഗ്ഷന്റെ അടുത്തുള്ള PG-ല് കയറി തല്ലിയിട്ട് അവിടുത്തെ ഓട്ടോക്കാരൊക്കെ കൂടി നമ്മളെ കയറി തല്ലി. എൻ്റെ അമ്മേ, അതിനിടയ്ക്ക് മറ്റേ സംഭവം ഉണ്ടായി. മറ്റേ ജിത്തുല്ലേ നമ്മുടെ ജിത്തു, അവൻ നമ്മളെ അടി ഉണ്ടാക്കാൻ പോവാലോ. അപ്പൊ പറഞ്ഞു ഞാനും എൻ്റെ കാണാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വേണ്ട നമ്മളോ കൊള്ളാം. അപ്പൊ പറഞ്ഞു ഇല്ല ഞാൻ അടി കാണുള്ളൂ, വേറെ ഒന്നും ചെയ്യും. ശരിയെന്ന് പറഞ്ഞ അവരെ കൊണ്ടുപോയി. നിങ്ങളകത്തിരുന്ന് അടി ഉണ്ടാക്കാം പൊരിഞ്ചടി. അവൻ പുറത്ത് നിൽക്കുക. പോലീസുകാരൊന്ന് പുറത്തിന് അടി. എന്നാ ഈ മണ്ടന് ഓടിയാ പോലെ അവൻ താക്കോലില്ലാത്ത അറുത്തണ്ടർ കയറി കീക്കറിട്ടടിക്കുക. പോലീസുകാരനാണെങ്കിൽ മറ്റേ ആ റിതം പിടിച്ചോണ്ട് കിക്കറടിക്കുമ്പോ ചന്തിക്കടിക്കും. ഞങ്ങള് അടുത്ത് വന്ന് കൈയും കാലും പിടിച്ച് പോലീസുകാരെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ടാന്ന് പറഞ്ഞ് ഇവര് കുണ്ടി കുത്താൻ പറ്റിയ ബൈക്കില് പൊളിഞ്ഞിരിക്കുക. എന്നിട്ട് ആ രാത്രി ഏതോ വെട്ടിയോട്ടർച്ച് വിളിച്ച് അതിൽ കമത്തിയിട്ട് അളിയനെ കൊണ്ട്. എന്റെ അളി അവന്റെ കാര്യം അവനിപ്പോ ഉണ്ട്. തമ്പുരാനറിയാം. വില കനാലി കിടക്കണ്ടോ? നീ വണ്ടി ഒന്നിയേ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. ഞാൻ ആലോചിക്കണ ആ ജിത്ത് എവിടെയാന്നാ. അവന് ഏതെങ്കിലും അടുപ്പി പോട്ടാ. നീ വണ്ടിയതുള്ളു. ട്രെയിൻ വരും ഇപ്പൊ. ട്രെയിൻ വരാറായോ? 2 മിനിറ്റ് ഒന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെന്താടാ? എടാ നിന്റെ ഓഫീസിലെ മറ്റേ ആദിത്യല്ലേ, അവളിപ്പോ എവിടെയാ? എന്റെ ഇൻസ്റ്റാ സ്റ്റോറി കടയ്ക്ക് ലൈക്ക് ചെയ്തോണ്ടിരുന്ന അപ്പൊ കാണാറില്ല. എന്റെ പൊന്നളിയാ, ഒന്ന് ഒതുങ്ങിക്കൂടെ? എന്റെ കല്യാണം കഴിഞ്ഞല്ലേ, ഒരു പെണ്ണ് കാത്തിരിക്കണല്ലോടാ എന്നെ. നീ എന്റെ ഫോൺ തന്നേ, എനിക്കിനെ വിശ്വാസമില്ല. എടാ 1.5 മാസം മുന്നേ കല്യാണം കഴിഞ്ഞ എന്റെ ഫോണിൽ എന്തെങ്കിലും ഉണ്ടാവും എനിക്ക് തോന്നണ്ട. അല്ല നീ ചെക്ക് ചെയ്തോന്നാ? വേണ്ട. ചെക്ക് ചെയ്തോടാ? വേണ്ട. എന്നിട്ട് വീട്ടില് കിട്ടിയോള് അമ്മക്കായിട്ട് സെറ്റായ? കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. നിന്റെ അവിടെ എങ്ങനെയാ? ഞങ്ങള് ചിലപ്പോ ഒരു വീട് എടുത്തിട്ട് മാറും റെന്റിന്. അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട്
ഞാൻ ഒന്ന് ജോർജ് കുട്ടി കളിക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വീടെടുത്ത് മാറണ നല്ലത്. വീടിന്റെ അടുത്ത് ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഇങ്ങനെ വന്ന് പോയാൽ മതി. അതാവുമേ ആ സ്നേഹം അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ അഞ്ചെന്നെ പ്രഗ്നൻ്റാന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവളവിടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞായിരിക്കും നല്ലത്. അതെ, അല്ലെങ്കിലേ വീട്ടിൽ TV സീരിയൽ നടക്കും. എടാ ഞാനിങ്ങനെ ആലോചിക്കണായിരുന്നു, എന്താ നമ്മുടെ ലൈഫ് എത്ര പെട്ടെന്നല്ലേ മാറിയത്. എന്താടാ? അല്ല, നമ്മുടെ ഈ ലൈഫിൻ്റെ ആൽഗോരിതം തന്നെ മൊത്തത്തിലൊന്ന് മാറി. നമ്മൾ സംസാരിക്കുന്ന രീതി മാറി, നമ്മുടെ ഡ്രസ്സിങ് മാറി, കഴിക്കണ ഭക്ഷണം മാറി, വയറും ചാടി. ക്ഷമ കൂടിയതായിട്ട് തോന്നണ്ടോ? പിന്നെ ചില്ലറയൊന്നുമല്ല, നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പ്രയോറിറ്റി ഇല്ലേ, അത് മാറി. അതാണ് സംഭവിച്ചത്. എടാ, അനിരുദ്ധ് വരെ, മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ്, പുള്ളി വരെ മെലഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ മറ്റവനല്ല ട്രെൻഡിങ്, സായ് ഭയങ്കർ. എന്താണ് സംഭവിക്കണേ? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എടാ, ബാച്ചിലറിന്ന് ഫാമിലി മാൻ ആവണതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അതിലൊക്കെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ 20 മണിക്കൂറും കൂടി ഉണ്ടായിരുന്ന കൂട്ടുകാരനെ കാണാനായിട്ട് വീക്കെൻഡ് വരെ കാത്തിരിക്കണം എന്നുള്ള കാര്യം. നീ പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കിയാണ്. അപ്പം അതിനും പറ്റുന്നില്ല. ട്രെയിൻ പിടിക്കാം. പാടാ വരണടാ. നാളെ റെഡി. നാളെ ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും മാമന്മാരുടെ വീട്ടിൽ പോകണം. എനക്കാ എനിക്ക് കുറച്ച് അലക്കാനുണ്ട്. അടുത്ത ആഴ്ച ഉണ്ടാവോ? അടുത്ത ആഴ്ച അറിഞ്ഞൂടാ, നോക്കണം. നീ പൊക്കോനി. ഇപ്പം അവിടെ ഒന്ന് മാത്രം നോക്കിയിരിക്കാല്ലേ. ശരി.